ഹലോ എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് കുറച്ച് അയർലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ അയർലൻഡിലെ ഫാമിലി നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വൺസ് നമ്മുടെ ഫാമിലി അയർലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. പൊതുവായിട്ട് നമുക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പോളിസി പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ പേപ്പേഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഇതെല്ലാം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എസ്പെഷ്യലി നമുക്ക് ബേബിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂൾ അഡ്മിഷൻ, അവരുടെ PPS, അവരുടെ GP, സോ ഇതെല്ലാം ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. സോ നമ്മളൊരു ഫാമിലി ഇപ്പം അവർ നാട്ടിൽ നിന്ന് വന്നു. സോ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ബെറ്റർ എപ്പോഴും അവർ വന്ന് കഴിഞ്ഞ ഉടനെ എപ്പോഴും നമ്മൾ ബെറ്റർ സൈഡ് എന്ന് പറയുന്നത് ഒരു GP, നമ്മുടെ ലോക്കൽ ഒരു GP, നമുക്ക് എല്ലാ ഏരിയാസിലും ലോക്കൽ GPs കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഏതെങ്കിലും ഒരു GP എടുത്ത് നമ്മുടെ ഫാമിലി ഒരു കംപ്ലീറ്റ് കവറേജ് അവരുടെ അടുത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് ഓൾറെഡി GP ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ GP എടുത്ത് സംസാരിച്ച് നമ്മുടെ ഹസ്ബൻഡും കുട്ടികൾക്കും വേണ്ടി അവരുടെ ആ ക്ലിനിക്കിൽ തന്നെ എല്ലാവരുടെയും നെയിം ഒന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ ഈ GP ഫോം നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യത്തിനുണ്ട്. ഇപ്പം കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ PPS അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു GP ഫോം ഉണ്ടാകുന്നത് നമുക്കെപ്പോഴും നല്ലതായിരിക്കും. മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഒരു പേപ്പർ ഉള്ളത് നമുക്കെപ്പോഴും നല്ലതായിരിക്കും. സോ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേപ്പർ തരും. ആ പേപ്പർ എപ്പോഴും നിങ്ങൾ മൊബൈലിലോ കോപ്പി എടുത്തോ സൂക്ഷിച്ച് വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ERP കാർഡ് ആൻഡ് PPS ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PPSൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആദ്യമേ കൊടുത്തിടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ IRP കാർഡിനുള്ള, അതായത് GNIB കാർഡിനുള്ള അപ്പോയിൻമെൻറ്റും എടുത്തു വെക്കാം. കാരണം ഇത് ഓരോന്നും ഓരോ സമയത്തും വേരി ആകും ടൈമിങ്. ചില സമയത്ത് നമുക്ക് വിത്തിൻ 1 വീക്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും രണ്ടിൻ്റെയും. ചിലപ്പോൾ നമുക്ക് 2 വീക്സ് എടുക്കും, ചിലപ്പോൾ അതൊരു 1 മന്ത് എടുക്കും, ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയം തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിടുക. അതിൽ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ അവിടെ പോയാൽ മതിയല്ലോ. അപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IRP കാർഡില്ലാതെ നമുക്ക് PPS നമ്പർ, PPS കാർഡ് കിട്ടത്തില്ല. PPSൻ്റെ നമ്പർ ഓക്കെ, ബട്ട് നമുക്ക് PPSൻ്റെ കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ IRP കാർഡ് വേണം. അപ്പം IRP കാർഡിൻ്റെ ഇത് വേണം നമ്മൾ ആദ്യമേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഞാൻ അടി കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഈ വെബ്സൈറ്റിൽ പോവുക. നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സെൻറ്റർ എവിടെയാണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം അറിയാമായിരിക്കും അല്ലേ. അപ്പം ഇതിനകത്ത് നമ്മൾ പോയിട്ട് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. സോ എല്ലായിടത്തും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ എപ്പോഴും പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ IRPയുടെ GNIB കാർഡിൻ്റെ, അതായത് നമ്മുടെ ഇമിഗ്രേഷൻ അയർലൻഡ് ഇമിഗ്രേഷൻ ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്തുണ്ടായിരിക്കും. 1 by 1 ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ രീതി, അതിൻ്റെ ലൊക്കേഷൻസ്, കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം തന്നെ ഈ വെബ്സൈറ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുട്ടികൾക്ക്, അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ 16 ഇയേഴ്സ് IRP കാർഡ് വേണ്ട, GNIB കാർഡ് നമുക്ക് വേണ്ട നമ്മുടെ കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് IRP കാർഡിന് ആവശ്യമില്ല. PPSൻ്റെ പേപ്പർ മാത്രമേ ഉള്ളൂ. അവർക്ക് PPSൻ്റെ കാർഡും ഇല്ല. PPSൻ്റെ ഒരു പേപ്പർ നമ്പറുള്ള ഒരു പേപ്പർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ഹസ്ബൻഡിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ വൈഫിന് വേണ്ടിയുള്ള IRP അല്ലെങ്കിൽ GNIBയുടെ ഇമിഗ്രേഷന് വേണ്ടിയുള്ള ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കുക. സോ നമ്മളതിൻ്റെ അപ്പോയിൻമെൻറ്റ് അതിൽ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കുക. അവർ ആ പാസ്പോർട്ടിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു അയർലൻഡ് ഫോൺ നമ്പർ, അതൊരു സിം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ആ സിം കാർഡ് നമ്പർ തന്നെയായിരിക്കും നമ്മൾ എല്ലായിടത്തും തന്നെ യൂസ് ചെയ്യുന്നത്. സോ ആദ്യമേ തന്നെ അതും എടുത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നമ്മുടെ കംപ്ലീറ്റ് നെയിം, പാസ്പോർട്ട് നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. വിസയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് പറയും. നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. നമുക്കത് ചേഞ്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് ചോദിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് എന്തൊക്കെ അവരത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കും. അപ്പോയിൻമെൻറ്റ് കൺഫേം ആയ ഉടനെ അവർ നമുക്ക് മെയിൽ അയക്കും. ആ മെയിൽ ID നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഈ സൈറ്റിലേക്ക് തന്നെയായിരിക്കും അവർ ഡൈവേർട്ട് ചെയ്യണത്. അപ്പം നമ്മൾ ഓൾറെഡി ക്രിട്ടിക്കൽ വിസയിലുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്പൗസിന് 1G ആയിരിക്കും വരുന്നത്, സ്റ്റാമ്പ് 1G വിസ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ സ്റ്റാമ്പ് 1G വിസയുടെ അടിയിലുള്ള എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളിസി എപ്പോഴും എടുത്തു വെക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ IRP അല്ലെങ്കിൽ GNIB അപ്പോയിൻമെൻറ്റ് പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ IRP കാർഡ്, നമ്മുടെ സ്പൗസിൻ്റെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട്, അതുപോലെ നമ്മുടെ വർക്ക് പെർമിറ്റ്, അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. ഓക്കെ, പിന്നെ ഒരെണ്ണം നമ്മുടെ അഡ്രസ് പ്രൂഫ്. സോ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. അപ്പം ഇതിൽ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ലോക്കൽ പോളിസീസ് എടുക്കാതിരിക്കാൻ നോക്കുക. €10, €20 നമുക്ക് പോളിസീസ് കാണും. സോ അതെടുക്കാതെ ഒരു 40 എബോവ് റേഞ്ചിലുള്ള ഇൻഷുറൻസ്, അതായത് അതിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കിയിട്ട് എടുക്കാവുള്ളൂ. അത് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ അത് പോളിസി എടുത്തിട്ട് അതിൻ്റെ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻറ്റും കൂടെ നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അവിടെ ചെന്ന് കഴിയുമ്പോൾ, അപ്പോയിൻമെൻറ്റ് എന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അവർ എൻട്രൻസിന് അവിടെ വെച്ച് തരും. ടോക്കൺ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ആ ഫോം അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അതിൽ ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അഡ്രസ്സും കറക്റ്റ് ആയിരിക്കണം. കാരണം കാർഡ് നമ്മുടെ വീട്ടിലേക്കാണ് അവർ സെൻഡ് ചെയ്യുന്നത്. അഡ്രസ്സ് ഒന്നും എയർ കോഡൊന്നും തെറ്റാതെ കറക്റ്റായിട്ടും ഫോൺ നമ്പർ, ഇമെയിൽ ID എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അവരുടെ ചാമ്പറിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും, കാർഡ്സ് എല്ലാം നോക്കും. അവർ ഡിസൈഡ് ചെയ്യും നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ സ്പൗസ് വരുന്നത് എന്നുള്ളത്. സോ 1G ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അയർലൻഡിനകത്ത് വർക്ക് ചെയ്യാം, ഏത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. മീൻസ് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഏത് വർക്ക് വേണമെങ്കിലും നമ്മളെപ്പോലെ തന്നെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അവർ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ കാർഡ് നമ്മുടെ വീട്ടിൽ വരും. ഇതാണ് നമ്മുടെ IRP അല്ലെങ്കിൽ GNIB ഇമിഗ്രേഷൻ പ്രോസസ്. അവിടെ €300 ബൈ നമ്മൾ കാർഡ്, വിസ കാർഡോ മാസ്റ്റർ കാർഡ് എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. സോ ഇത്രയാണ് IRP ആൻഡ് GNIB ഫോർമാലിറ്റീസ്. സോ ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് PPSൻ്റെ ആ ഒരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ PPS നെക്സ്റ്റ് നമ്മൾ PPS കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ മെയിൽ അയക്കുക. സോ മെയിൽ അയച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഫോൺ വെച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അപ്പം PPSന് വേണ്ടി പല റീസണിങ്സ് ഉണ്ട്, നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. സോ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനാണ് PPS കാർഡ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റീസൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അവരെന്തായാലും ചോദിച്ചിരിക്കും. സോ അത് റെഡിയാക്കി വേണം നമ്മൾ അത് അപ്പോയിൻമെൻറ്റിന് പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ ഒറിജിനൽ പാസ്പോർട്ട് അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ പേപ്പേഴ്സാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അവിടെയും അഡ്രസ് പ്രൂഫ് നമ്മൾ ഒരെണ്ണം കൊണ്ടുപോകണം. സോ അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പൗസിൻ്റെ പേരിലുള്ള അഡ്രസ് പ്രൂഫ് വേണം. സോ ബെറ്റർ നമ്മൾ ഒരു സിം കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ, സോ അതായിരിക്കും ഈസി വേ. അല്ലെങ്കിൽ നമുക്ക് അവരുടെ പേരിലൊരു അഡ്രസ് പ്രൂഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്പൗസിൻ്റെ പേര് അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ബില്ലിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും ഓക്കെ. ബട്ട് ഈസി വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ വെച്ച് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്കോയുടെ സിം എടുത്തു. സോ സിമ്മിൻ്റെ ഇത് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ആണെങ്കിലും മതി. ഓക്കെ, അതാണ് ഈസി വേ. ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക. ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് അവരുടെ പേപ്പേഴ്സ് നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ, ഡോക്യുമെൻറ്റ്സ് വരുമല്ലോ, അപ്പോൾ അതിൽ അഡ്രസ്സ് ഉണ്ട്. സോ അതാണ് ഏറ്റവും ബെറ്റർ വേ. ഇതിലേതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഏതാണോ റീസൺ വെച്ചിരിക്കുന്നത് ആ റീസണുള്ള ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ ഇപ്പം ഞാൻ ഹസ്ബൻഡിന് വെച്ചത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ്. സോ അപ്പം ആ ആപ്ലിക്കേഷൻ ഫോർ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് PPS വേണം എന്നാണ് റീസൺ വെച്ചിരുന്നത്. അപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. സോ PPSൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ പോകുന്നതെന്ന് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനകത്തൊന്നാണ് നമ്മുടെ IRP കാർഡ്. നമ്മുടെ അല്ല, സ്പൗസിൻ്റെ IRP കാർഡ്. അപ്പോൾ സ്പൗസിൻ്റെ IRP കാർഡും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ വെച്ച് തന്നെ
ഫോട്ടോ എടുക്കും, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എടുക്കും. പിന്നെ ഫോംസ് ഫിൽ ചെയ്ത് കുറച്ച് അവരൊരു ഫോം തരും. അതിനകത്ത് ഒരു 2-3 ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസേഴ്സൊക്കെ നമ്മൾ എന്താ പറയുക, ഓർത്തിരിക്കാനുള്ള കുറച്ച് അതായത് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് നെയിം, നിക് നെയിം എന്തായിരുന്നു, നമ്മുടെ പെറ്റിൻ്റെ നെയിം എന്താ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അത് അവരുടെ സെക്യൂരിറ്റി കോഡ് പോലെ സെക്യൂരിറ്റി ആൻസേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള 2-3 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. പിന്നെ ഒരു ഫോം തരും, അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. സോ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എൻട്രൻസിന് അവിടെ തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അഡ്രസ്സും ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അഡ്രസ്സ് ഒരിക്കലും തെറ്റിപ്പോകരുത്. PPS കാർഡും നമുക്ക് ബൈ പോസ്റ്റാണ് വരുന്നത്. സോ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഫോംസ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് അവർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വാങ്ങിക്കുന്നു. അത്രയേ ഉള്ളൂ അവിടെ. ഇതും അതുപോലെ തന്നെ ഒരു 10 days എടുക്കും നമ്മുടെ PPS കാർഡും കയ്യിൽ കിട്ടാൻ വേണ്ടി. സോ മോസ്റ്റ്ലി അവർ PPSൻ്റെ പേപ്പർ നമുക്ക് അവിടെ വെച്ച് തന്നെ തരും. മോസ്റ്റ്ലി അതിനകത്ത് നമ്പറൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ യൂസ് ചെയ്താൽ മതി. നമുക്ക് കാർഡ് ബൈ പോസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണ് നമ്മൾ PPSൻ്റെ ഫോർമാലിറ്റി. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ IRP, ഇമിഗ്രേഷൻ്റെ GNIB കാർഡ് ആപ്ലിക്കേഷൻസ്, IRP രജിസ്ട്രേഷൻ, അത് 2 ഒരേ സംഭവം തന്നെയാണ്. പിന്നെ PPSൻ്റെ ആപ്ലിക്കേഷൻസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള PPSൻ്റെ ആപ്ലിക്കേഷൻസ്. കുട്ടികൾക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റിന് ആവശ്യമില്ല, അവിടെ പോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. അതിലും ഉണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട്, റീസൺ ചോദിച്ചിട്ടുണ്ട്. സോ റീസൺ ചോദിക്കുമ്പം നമ്മൾ ബെറ്റർ വേ, കുഞ്ഞുങ്ങൾക്കാവുമ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ പ്രീ സ്കൂൾ ടൈം അല്ലെങ്കിൽ സ്കൂൾ ഏജ്, ആ ഒരു ഏജ് ആണെങ്കിൽ സ്കൂൾ അഡ്മിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കും. സോ ബെറ്റർ നമ്മൾ GPക്ക് വേണ്ടി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. PPS GPയുടെ മെഡിക്കൽ പ്രാക്ടീഷണറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളൊരു റീസൺ അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. പിന്നെ ഉള്ളത് കുറേ റീസൺസ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടു ബി ഡിപ്പെൻഡൻറ്റ് വിത്ത് ഫാമിലിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ വെച്ചാൽ മതിയായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ടാമത് മെയിൽ അയക്കും. ആ പേപ്പേഴ്സ് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്യുക. അതിനകത്ത് തന്നെ റിലവൻ്റ് ആയിട്ടുള്ള അറ്റാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കും. ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്സ്, ബേബീസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് പേജ് അല്ലെങ്കിൽ വിസ പേജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും. സോ ആ സംഭവങ്ങളും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് PDF ആയിട്ട് അറ്റാച്ച് ചെയ്ത് മെയിൽ അയച്ചാൽ മതി. അവർ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ മെയിൽ അയക്കും, നമ്മളത് ചെയ്താൽ മതി. സോ ബേബീസിൻ്റെ പ്രോസസ്സിങ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് റിട്ടേൺ മെയിൽ അയക്കും. ഇന്ന ദിവസം ഇന്ന അഡ്രസ്സിലുള്ള PPSൻ്റെ, അത് ബേബീസിന് സെപ്പറേറ്റ് PPS ഓഫീസാണ്, സെയിം ഓഫീസ് ആയിരിക്കത്തില്ല. ആ ഓഫീസിൽ വന്ന് വാങ്ങിക്കാൻ പറയും. നമ്മളവിടെ ചെന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പാസ്പോർട്ട് ചോദിക്കും. സോ നമ്മൾ പാസ്പോർട്ട് കൊടുത്താൽ മതി. കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴേ നമുക്കവർ പേപ്പർ തരും. സോ കുഞ്ഞുങ്ങൾക്ക് കാർഡില്ല, PPS പേപ്പർ മാത്രമേ ഉള്ളൂ. സോ ഈ പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കുക. കാരണം ഇതെല്ലാം നമുക്ക് എന്ത് ബെനിഫിറ്റ്സിനാണെങ്കിലും വെൽഫെയർ സർവീസസിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് PPS അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട്. സോ സ്പൗസിന് എപ്പോഴും ആദ്യമേ തന്നെ വന്ന ഉടനെ തന്നെ ഒരു SIM കാർഡ് എടുക്കുക. SIM കാർഡ് എടുത്ത് കഴിഞ്ഞ ഉടനെ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്ത് വെക്കുക. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ചൈൽഡ് ബെനിഫിറ്റ്. സോ നമുക്ക് നമ്മുടെ ബേബീസ്, എത്ര ബേബീസാണോ ഉള്ളത്, ഓരോ ബേബീസിനും അവർ ചൈൽഡ് ബെനിഫിറ്റ് മന്ത്ലി അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇവർ അയർലൻഡ് ഗവൺമെൻറ് അയച്ചു തരുന്നതായിരിക്കും. ഒരു പർട്ടിക്കുലർ എമൗണ്ട് അത് നമ്മുടെ സൈറ്റിലുണ്ട്, കറണ്ട് എത്രയാണ് അവർ തരുന്നതെന്നുള്ളത്. സോ കറൻ്റ്ലി ഐ തിങ്ക് €140 പെർ മന്ത് അങ്ങനെ എന്തോ സംതിങ് ആണ് ഓരോ മാസം ഓരോ കുട്ടികൾക്കും. അത് ട്വിൻസ് ആണെങ്കിൽ അത് ഡബിൾ ആകും, ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ അത് ഇരട്ടി അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഒക്കെ. അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ PPS നമ്പർ, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ PPS നമ്പറിൻ്റെ അല്ലെങ്കിൽ PPS നമ്പറിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ കിട്ടി കഴിഞ്ഞ ഉടനെ നമുക്ക് വലിയ ധൃതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഡിലേ ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ വിസ എന്നാണോ എൻ്റർ ആയിരിക്കുന്നത്, ആ വിസയല്ല, അവരുടെ ഇമിഗ്രേഷൻ എപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ വന്നത്, അയർലൻഡിൽ വന്നത്, അന്നത്തെ ദിവസം മുതലുള്ള എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അത് നമ്മളിപ്പം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു മിനിമം സമയമുണ്ട്, ആ സമയത്തിൽ കൂടുതൽ ലേറ്റ് ആവരുത്.
നമുക്കൊരു 3 to 6 months നമ്മുടെ ഈ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അപ്പം നമ്മുടെ സ്പൗസിൻ്റെ IRP കാർഡും PPS ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേബീസിന് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഇതിനെല്ലാം അത് വേണം. ഇതുപോലെ തന്നെ നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അവരുടെ കറൻറ്റ് ചൈൽഡ് ബെനിഫിറ്റിൻ്റെ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും, അതൊരു 13 പേജസ് ഉണ്ട്. അതെല്ലാം ക്ലിയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. അതിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്യേണ്ട ഫോംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും മെയിനായിട്ടും നമ്മുടെ 2 പേര്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പാസ്പോർട്ട് കോപ്പീസ്, അതുപോലെ തന്നെ IRP കാർഡ്, GNIB കാർഡ്, ബേബിയുടെ പാസ്പോർട്ട്, ബേബിയുടെ വിസ, ബർത്ത് സർട്ടിഫിക്കറ്റ്, PPSൻ്റെ പേപ്പർ, നമ്മുടെ 3 പേരുടെയും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെയും കുഞ്ഞുങ്ങളുടെയും PPSൻ്റെ പേപ്പേഴ്സ്. പിന്നെ വേണ്ടതാണ് ഞാൻ പറഞ്ഞ GPയുടെ ഫോം. ഓക്കെ, ബേബീസിൻ്റെ GP മെഡിക്കൽ ഇതായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ സ്കൂളിൽ അഡ്മിഷൻ റെക്കോർഡ്സ്, അങ്ങനെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോം വേണം നമുക്ക്. ബെറ്റർ GPയുടെ ഫോം തന്നെയായിരിക്കും നല്ല, അവരുടെ പേരും ഒക്കെ ഡീറ്റെയിലൊക്കെ ഉള്ളത്. പിന്നെ ഉള്ളതാണ് അവരുടെ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത പേപ്പർ മാൻഡറ്ററി ആയിട്ട് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ സൈറ്റിൽ തന്നെ അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് അയക്കുക. ഓക്കെ, സോ നമ്മൾ ബൈ പോസ്റ്റ് ഈ ആപ്ലിക്കേഷൻസ് ഫോംസും ഈ അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ബൈ പോസ്റ്റ് അയക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അഡീഷണൽ പേപ്പേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ക്വയറി ആയിട്ട് അയച്ചോളൂ, നമ്മളത് അഡീഷണൽ ആയിട്ട് മെയിൽ അയച്ച് കൊടുത്താലും മതി. സോ അത് കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാസം അത് മണി ട്രാൻസാക്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയാണ് നമ്മുടെ ബേബി വെൽഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളതാണ് നമ്മൾ റവന്യൂ. സോ നമ്മൾ റവന്യൂ സൈറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഓൾറെഡി റവന്യൂ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മൈ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് എപ്പോഴും സിംഗിൾ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി അത് മാരീഡ് എന്നാക്കണം. അപ്പോൾ അതൊരു ചെറിയൊരു പ്രോസസ്സിംഗ് ആണ്. കാരണം നമ്മുടെ സ്പൗസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇത് ഹാഫായിട്ട് കുറയും അല്ല. ഇപ്പോൾ 40% കട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ 20% ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് സിംഗിൾ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ മാരീഡ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മാരേജ് ഡേറ്റ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നമ്മുടെ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ്, ഡിപ്പെൻഡൻറ്റ് ബേബീസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നമ്മളതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ PPS നമ്പറും അവരവിടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് വേണം, സ്പൗസിൻ്റെ മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റവന്യൂവിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ അവർക്കും അത് സിംഗിൾ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മുടേതും അവരുടേതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളത് രണ്ടും കൂടെ ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് മാരീഡ് എന്നുള്ളത് ആക്കുമ്പോഴത്തേക്കും രണ്ടിലും അപ്ഡേറ്റ് എന്താ പറയുക, നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് അക്സെപ്റ്റൻസ് വേണം, രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റൻസ് വേണം. അതായത് ആരുടെ ടാക്സ് ആണ് കട്ട് ചെയ്യേണ്ടത്, ഈക്വലായിട്ട് കട്ട് ചെയ്യണോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം കൂടുതലായിട്ട് സാലറി ആർക്കാണുള്ളത് അവരുടെ ടാക്സ് ആണ് കൂടുതൽ കട്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിലെപ്പോഴും നല്ലത് കൂടുതൽ സാലറി കിട്ടുന്ന വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്ക് കുറച്ച് അതോറിറ്റി കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പം സ്പൗസിൻ്റെ റവന്യൂ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ ആ പോർഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. ആർക്കാണ് കൂടുതൽ സാലറി കിട്ടുന്നത് അവരുടെ ടാക്സാണ് കൂടുതലായിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ രണ്ടിടത്തും ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഒരു കുറച്ച് നാളെടുക്കും അത് ഒന്ന് അപ്ഡേറ്റ് ആയി വരാൻ വേണ്ടി. അപ്പോൾ ആ സിംഗിൾ എന്നുള്ളത് മാറി മാരീഡ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് അവർ മെയിൽ അയക്കും, അവരൊരു ഫോം അയച്ചു തരും. ഫോം ഫില്ല് ചെയ്ത് തിരിച്ചവർക്ക് അയച്ചു കൊടുക്കാനുള്ളത് ഈ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് അവരതിനും ചോദിക്കുന്നത്. നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്, സ്പൗസിൻ്റെ ഡീറ്റെയിൽസ്, ആറ് ടാക്സാണ് കൂടുതൽ കട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ ആ ഒരു എലക്ഷൻ ഫോം എന്ന് പറയും, സ്പൗസ് എലക്ഷൻ ഫോം എന്ന് പറയും. സോ അതും ഫില്ല് ചെയ്ത് നമ്മളത് അയച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടാക്സ് ഹാഫായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടാക്സ് ഇത്രയും നാളും കട്ട് ചെയ്ത ടാക്സൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാം, ക്ലെയിം ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസും ഉണ്ട്. അത് പല സ്ഥലത്തും പല രീതിയിലാണ് ഓൺലൈനിൽ ചെയ്യാം. പക്ഷേ ഇതെല്ലാവർക്കും നമുക്കത് അറിയത്തില്ല, ആക്സസ് ഒന്നും കാണത്തില്ല. ബട്ട് എല്ലായിടത്തും സോളിസിറ്റേഴ്സ് കാണും. സോളിസിറ്റേഴ്സിനടുത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ കുറച്ച് കമ്മീഷൻസ് അവർ വാങ്ങിക്കും. ബട്ട് എന്നാലും നമുക്ക് ഈ കട്ട് ചെയ്ത ടാക്സസ് എല്ലാം തന്നെ അവർ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. എമർജൻസി ടാക്സ് ഒക്കെ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് നിന്ന് കട്ട് ചെയ്തത്, PPS നമ്പറും കിട്ടാൻ വേണ്ടി താമസിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ
സ്റ്റാർട്ടിങ് ടൈമിൽ സാലറി കിട്ടുമ്പോൾ എമർജൻസി ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, വലിയൊരു എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്ത് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് സ്കൂളിംഗ്. ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും നമ്മൾ ഫാമിലീസിനെ കൊണ്ടുവന്നതനുസരിച്ച് സ്കൂളിംഗ് കിട്ടുന്നത് ഒരു വലിയൊരു ഹെഡേക്കാണ്, നമുക്കൊരു ടെൻഷനുള്ള കാര്യങ്ങളാണ്. എല്ലായിടത്തും ലോക്കലി സ്കൂൾസ് ഉണ്ട് ഇവിടെ. എസ്പെഷ്യലി ചെറിയ ക്ലാസ്സിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ ക്ലാസ്സിലും ഒരു 10-15 കുട്ടികളെ കാണത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ 40-45 കുട്ടികളൊന്നും ക്ലാസ്സിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞ് ഉടനെ നമ്മൾ അഡ്മിഷന് വേണ്ടി പോകുന്നതിന് പകരം അവർ നാട്ടിലിരിക്കുന്ന സമയത്തിന് എക്സാമ്പിൾ നമുക്കൊരു വീട് കിട്ടി. അപ്പോൾ ഒരു വീട് കിട്ടുന്നത് വേറൊരു വലിയൊരു ഹെഡേക്കാണ്. സോ നമ്മൾ വീടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഏത് ലൊക്കാലിറ്റിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ സ്കൂൾസിലും ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു വിടുക. സോ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടുത്തെ സിസ്റ്റം, എല്ലാം ത്രൂ ഇമെയിലാണ്. സോ അവരുടെ വെബ്സൈറ്റിൽ നോക്കുക, കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുക, ഇമെയിൽ അയയ്ക്കുക. മിക്ക വെബ്സൈറ്റിലും തന്നെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. സോ അത് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് എടുത്തിട്ട് അതിനകത്ത് PPS നമ്പറിൻ്റെ ഭാഗം മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ബേബീസിൻ്റെ PPS നമ്പർ അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും എല്ലാ ആപ്ലിക്കേഷൻ ഫോമിനകത്തും. അപ്പോൾ നമുക്ക് മെൻഷൻ ചെയ്താൽ മതി സ്റ്റിൽ വി ആർ വെയിറ്റിംഗ് വിസ എന്നോ അല്ലെങ്കിൽ ദേ വിൽ റീച്ച് ഓൺ ദിസ് ഡേറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം അയച്ചിട്ട്, കാരണം ഇവിടുത്തെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ജാനുവരി തന്നെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇത്രയും ഗ്യാപ്പിനിടയ്ക്കാണ് നമ്മുടെ ഫാമിലി വരുന്നതെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിടുക. ഫാമിലി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ കൊടുത്തിടുക. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അഡ്മിഷൻസ് എങ്കിലും നേരത്തെ ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റിലെങ്കിലും കൊണ്ടുവന്ന് ഇടാം. അവർ മോസ്റ്റ്ലി ജൂൺ മാസമാണ് എല്ലാ സ്കൂളിലും തന്നെ ഓഫർ ചെയ്യുന്നത്. അഡ്മിഷൻ കൺഫർമേഷൻ ലെറ്റർ അയക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ വരുന്നുണ്ടായിരിക്കും. ബട്ട് എവിടെയാണെങ്കിലും കിട്ടും, കാരണം ഒത്തിരി സ്കൂൾസ് ഉണ്ട്. ലൊക്കാലിറ്റീസ് നമുക്ക് ലോക്കൽ തന്നെ ഒത്തിരി സ്കൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു റൂൾസാണ് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളിൽ തന്നെ വിടണം, ഒത്തിരി ദൂരെയുള്ള സ്കൂളുകളിൽ വിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളത് ഇവിടുത്തെ ഒരു റൂളാണ്. സോ നമുക്ക് കിട്ടും. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്കൂളിലും ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ, അതിൽ കൂടുതൽ അവർ എടുക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ അത് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഒത്തിരി സ്കൂൾസിൽ കൊടുത്തിട്ടേക്കുക. എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്കത് എടുത്താൽ മതിയല്ലോ. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കൂടെ ഉണ്ട് നമ്മളിവിടെ ഫാമിലിയെ കൊണ്ടുവരുന്ന സമയത്ത്, കുട്ടികളുടെ ഒരു സ്കൂളിംഗ്. ബട്ട് കുഴപ്പമില്ല, നമ്മൾ നേരത്തെ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ടൈമിങ്ങിനൊക്കെ സെറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ, എത്രയാണ് വെയിറ്റിംഗ് ലിസ്റ്റ്, കൺഫേംഡ് ആയോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചില സ്കൂൾസ് കാണും റയർലി കുറച്ച് വലിയ സ്കൂൾസ്, അപ്പോൾ അവിടെ കുറച്ച് നമ്പർ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് നോർമലി നമ്മളൊരു ഫാമിലി വന്നു കഴിയുമ്പം നമുക്കുള്ള ഹെഡേക്സ്. സോ എല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, ഇത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നിട്ട് ഫാമിലി നോക്കണം, ഈ കാര്യങ്ങളുണ്ട്, നമുക്ക് ഓഫുള്ള ദിവസമേ അപ്പോയിൻമെൻറ്റൊക്കെ പോകാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഉണ്ടായിരിക്കും. സോ എല്ലാം ഒരു പേപ്പറിൽ തന്നെ ആദ്യമേ എഴുതിയിടുക. ഓക്കെ, ആദ്യം വന്നു കഴിഞ്ഞിട്ട് ഒരു സിം എടുക്കണം, പിന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കുക, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, പിന്നെ നമ്മൾ PPS അപ്ലൈ ചെയ്യുക, IRP കാർഡിന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്കൂൾ ബേബീസിൻ്റെ സ്കൂൾ അഡ്മിഷൻസ്, GPയുടെ അതിന് മുമ്പ് തന്നെ GPയുടെ ഒരു ലോക്കൽ GPയുടെ അഡ്മിഷൻ എടുക്കുന്നത്, പിന്നെ സ്കൂളിങ്സ് കൺഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതിയിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടെ നിങ്ങൾ ഇപ്പോഴേ എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസ് വരുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ഇന്ന പേപ്പേഴ്സ് ഓൾറെഡി നമുക്ക് റെഡിയാണ്. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് നമുക്കിത് ചെയ്യാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. സോ എപ്പോഴും യൂട്യൂബിലെ വീഡിയോസ് മാത്രം കണ്ടിട്ട് ഒരിക്കലും പ്രൊസീഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ റീസെൻ്റ്ലി ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഈവൻ PPSനാണെങ്കിൽ പോലും ഇപ്പോൾ ഒരേ സമയത്ത് അപ്ലൈ ചെയ്ത 2 പേർക്കും ഒരേ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന റീസൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് വ്യത്യാസം വരും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാളും നല്ലത് എപ്പോഴും റീസെൻ്റ്ലി ചെയ്ത ആളുടെ അടുത്ത് ചോദിക്കുക. അതും നമ്മുടെ ഇതും കൺവീനിയൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ റീസൺ വെക്കുവാണെങ്കിൽ അതേ ഫോമും കൂടെ കൊണ്ടുവെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും, ഈ എസ്പെഷ്യലി PPSനൊക്കെ പോകുന്ന സമയത്ത്. സോ IRP കാർഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ പോളിസി എപ്പോഴും നമ്മളൊരു 45 എബോവ് ഉള്ള ഒരു മെഡിക്കൽ പോളിസി മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, സോ
ഇതൊക്കെയാണ് ജനറലി ഉള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വയറിയിൽ ഇടുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ സീ വിത്ത് അനദർ വൺ ഇൻഫോർമേറ്റീവ് വീഡിയോ. Until then, bye. Take care.